ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമ്മളിന്ന് അയലക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ തന്നെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പിടി, നമ്മുടെ ഈ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടിയോളം വാളംപുളിയാണ് കേട്ടോ. നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെക്കണേ. ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അതിൽ ചേർക്കുന്നത് ഈ കറിക്കായിട്ട്. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഈ വാളൻപുളി കുതിർത്തി നന്നായിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുകയാണേ. ഇനി നമ്മൾക്കിതിൽ ആവശ്യമായിട്ടുള്ളത്, ഇത് ഞാനിവിടെ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി, ഒരു 10-25 അല്ലി ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തും ചതച്ചെടുത്തും വരാം. ഞാനിവിടെ ഒരു 3/4 കിലോനോളം അയലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്രയും വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുഴറ്റി കൊടുക്കണം കേട്ടോ. ഇത് സാധാരണ കറി പോലെ പെട്ടെന്ന് ചീത്തയാവില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു മണത്തിനാണ് കേട്ടോ. ഇനി 1 സ്പൂണോളം നിറയെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാനാണ്. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഈ കറി പെട്ടെന്ന് ചീത്തയായി പോകുമൊന്നുമില്ല കേട്ടോ. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാതെ തന്നെ നല്ല രുചിയായിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണ കുറച്ചിങ്ങനെ തെളിഞ്ഞ് നിൽക്കണം, എന്നാൽ മാത്രമാണ് ഈ കറിക്ക് രുചി ഉണ്ടാവുള്ളൂ. ഇനി നമ്മളൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ചെറിയ ഉള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ഒന്ന് ചേർത്തെടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നന്നായിട്ട് ഇതാ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുന്നേ സ്റ്റൗ നല്ല ലോ ഫ്ലെയിമിലാക്കി വയ്ക്കണം. നമ്മൾ ഇതുവരെ ചെയ്തത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ. ഞാനിവിടെ 4 സ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഈ പൊടികളും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണമുണ്ട്, അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. കളറ് മാറരുത് കേട്ടോ. ഈ മുളക് പൊടിയുടെ കളറൊന്നും മാറാതെ തന്നെ വേണം നമ്മളിതിനെ ഒന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കളറൊന്നും ഒട്ടും തന്നെ മാറിയിട്ടില്ല കേട്ടോ. ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളി ചേർത്ത് കൊടുക്കണേ. പുളിവെള്ളം, ഇതിന് പകരം നമ്മൾക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. വാളംപുളി പിഴിഞ്ഞൊഴിക്കുമ്പോൾ കറി കുറച്ചും കൂടി നല്ല ഇങ്ങനെ തിക്കായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് അളന്നെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കപ്പ് കണക്കിന് വേണമെങ്കിൽ ആ ഒരു രീതിയിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ ഗ്ലാസ് കണക്കിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റേണ്ടതുണ്ട് കേട്ടോ. ഇത് നമ്മളൊന്ന് വഴറ്റിയെടുത്ത പൊടികളൊക്കെ ഒന്ന് ഈ വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കുന്നത്. നമുക്ക് ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റോളം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കറിയൊക്കെ നല്ല കുറുകിയിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. മീനിട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇതിൽ ഉപ്പ് നോക്കണം. ഉപ്പൊന്നിങ്ങനെ കുറച്ചൊന്നിങ്ങനെ ഒന്നിങ്ങനെ കയറി നിൽക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് കുറവായിരുന്നു. ഞാൻ 1 സ്പൂണും കൂടെ ഉപ്പെടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മീനിൽ ഉപ്പ് പിടിക്കുകയും വേണം, കറിയിലും അത്യാവശ്യം ഉപ്പ് വേണം. ഇനി മീൻ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ഒരു രീതിയിൽ മത്തിയും കറി വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അയിലയാണ് എടുത്തേക്കുന്നത്. അപ്പം മീൻ മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്.
മീനിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ലൂസാവും. ഈ മീനിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതിലേക്ക് ഇറങ്ങും കേട്ടോ. വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു കറി ഒരുപാട് സമയമൊന്നും വേണ്ട. സാധനങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. എപ്പോഴും മീൻ കറി ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത് കേട്ടോ. കറി ഇവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഒന്നും അങ്ങനെ അടിയിൽ പിടിക്കാത്ത രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരുപാട് ഇളക്കി കൊടുക്കുക, മീൻ ഉടഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഒരു പിടിയോളം കറിവേപ്പില ഒന്ന് ഇതുപോലെ മേലിലിട്ട് കൊടുക്കണം. നമ്മളൊരു തനി നാടൻ രീതിയിലാണല്ലോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഒരു പ്രത്യേക രുചിയാണ് ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് നമ്മളെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് നേരം തിളയ്ക്കുക കേട്ടോ. നമുക്ക് ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് കാണിച്ചു തരാം നമുക്ക് കറി എങ്ങനെയുണ്ടെന്ന്. നല്ല സൂപ്പർ രുചിയാണ് കേട്ടോ. ഇതിന് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഇങ്ങനെ കുറുകിയിരിക്കുന്ന കറിയാണ്. കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി നാടൻ അയലക്കറിയാണ് കേട്ടോ. അതാ ഒട്ടും തന്നെ ഉടഞ്ഞു പോവാതെ നമ്മളിവിടെ അയലക്കറി റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.